തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണം. കൊല്ലം വന്മന സ്വദേശി വേണുവിന്റെ മരണത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ ചികിത്സ നൽകിയില്ലെന്ന ഗുരുതര ആരോപണം ഉയർന്നത്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് എത്തിയ തന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് വേണു സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദരേഖയിൽ പറയുന്നു. അൻവർ ഇവിടെ ഭയങ്കര അഴിമതിയുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലയോ, അത് വാസ്തവം തന്നെ. അത് മനസ്സിലായില്ലയോ? കണ്ണൂര് ഒരു ഹോസ്പിറ്റലിനകത്ത് കയറി ഒരു ഡോക്ടറെയും 12 സിസ്റ്ററേയും കയറി കൈകാര്യം ചെയ്തില്ലേ ഒരു പിതാവ്. അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്നത്. അത് കറക്റ്റാ. അത് കാരണം ആ രീതിയിൽ തിരുവനന്തപുരത്തോട് ചെയ്ത് വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ്. ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം ശബ്ദിക്കത്തില്ല. ഒരക്ഷരം അവര് മറുപടി പറയത്തില്ല. നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവർ നോക്കാൻ ശ്രമിക്കത്തില്ല. ഒന്ന് തിരിഞ്ഞു പോലെ നോക്കത്തില്ല. ഒരു മറുപടി പിന്നീടാകട്ടെ പറയത്ത് പോലും ഇല്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. ഞാന് ഈ ആശുപത്രിയിൽ ഞാനിവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മനസ്സിലായില്ലയോ? എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന വെള്ളിയാഴ്ച വൈകിട്ട്, ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ, ഇന്ന് ബുധൻ, ഇന്ന് 6 ദിവസം തികയും എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യൻ്റ് അൻവർ സാത്ത ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അൻവർ സാത്ത. ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സ് എന്നെ പരിശോധിക്കുന്ന ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു, എനിക്ക് എൻ്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോൾ നടക്കും എന്നുള്ളത്. അവർക്കൊരു കാരണവശാലും യാതൊരുവിധ ഐഡിയയില്ല. ഐഡിയയില്ല. ഇവരിനി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് അൻവർ സാറിനെ വിളിച്ചു. എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എൻ്റെ ഈ ജീവൻ വെച്ച് ചെറു നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. ഈ വോയിസ് അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാത്തെ ആ വോയിസ്, എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. മരണത്തിന് മുൻപുള്ള വേണുവിൻ്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ഏറെ ചങ്ക് പൊട്ടിക്കൊണ്ടാണ് താൻ അവിടെ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് വേണു സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഇതിന് പിന്നാലെ വേണുവിൻ്റെ മരണത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജിനെതിരെ രൂക്ഷമായ വിമർശനവുമായി പ്രതിഷേധവുമായി വേണുവിൻ്റെ കുടുംബാംഗങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. ചോദിച്ചപ്പോഴും ഒരു ഡോക്ടർ തരാൻ പയ്യെങ്കിൽ ആ ഡോക്ടറിന്റെ അനാസ് തന്നെയാണ്. പിന്നെ ഡോക്ടേഴ്സ് പറയുമ്പോൾ പഠിക്കുന്ന ഡോക്ടേഴ്സ് ആയാലും അവർക്കറിയാം തലവേദനയ്ക്ക് എന്ത് ഗുളിക കൊടുക്കാം. അല്ലാതെ ഞാൻ നോക്കുന്ന പേഷ്യൻ്റ് അല്ല എന്ന് പറഞ്ഞു പോകുന്ന അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അനിയൻ മരിക്കാൻ ആശുപത്രി എന്താ കുറ്റം കൊണ്ട് ഈ കൈക്കൂലിയുടെ കൂടുതൽ കൊണ്ടാണ്. അവർ കൈക്കൂലി ചോദിച്ചിട്ടാണ് എൻ്റെ അനിയനെ ചികിത്സ കൊടുക്കുന്നത്. എന്നാൽ ആരോപണം മെഡിക്കൽ കോളേജ് അധികൃതർ നിഷേധിച്ചു. നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുള്ള ആളെന്നും പരമാവധി ചികിത്സ ഉറപ്പാക്കിയിരുന്നതായും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രതികരിച്ചു. അങ്ങനെ യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല. കാരണം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ചികിത്സ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയിലെ പ്രൊഫസർമാർ പറയുമ്പോൾ പിന്നെ നമ്മളത് റെഫ്യൂട്ട് ചെയ്യാൻ നെഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നവരുടെ തന്നെ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിലെ ഡോക്ടർമാർ കണ്ടിട്ടുണ്ട്. അവരുടെ ഗൈഡൻസ് അനുസരിച്ചാണ് ചികിത്സിച്ചിട്ടുള്ളത്. അതെല്ലാം വെരി മച്ച് ദെയർ ഇൻ ദ കേസ് ഷീറ്റ്.
അല്ല, പേഷ്യന്റ് ചെസ്റ്റ് പെയിൻ ആയിട്ടാണ് വരുന്നത്. ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്ന് 24 hours കൊണ്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മെഡിക്കൽ മാനേജ്മെന്റ് ആണെന്ന് കാർഡിയോളജി ഡോക്ടർമാരാണ് തീരുമാനിക്കുന്നത്, കാർഡിയോളജി പ്രൊഫസർമാരാ തീരുമാനിക്കുന്നത്. ഇല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ശ്രദ്ധപ്പെട്ടിട്ടുമില്ല. മീൻവൈൽ പുറത്തുനിന്ന് ആരൊക്കെ ഈ പേഷ്യന്റിനെ പറ്റി പേഷ്യന്റ് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരൊക്കെ അന്വേഷിച്ചത് പ്രകാരം PRO ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പേഷ്യന്റെ കാര്യത്തിൽ മീൻസ് ചികിത്സ കിട്ടുന്നുണ്ടെന്ന് പോയി ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, ഒരു മരണമൊഴിയാണ്, വേണുവിൻ്റെ മരണമൊഴിയാണ് നമ്മൾ കേട്ടത്. ആ രീതിയിൽ തന്നെ അതിനെ കണക്കാക്കണം. കാരണം വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരു രോഗിയെ തിരിഞ്ഞു നോക്കാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുൻപും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ മാത്രമല്ല സംസ്ഥാനത്തെ പല ആശുപത്രികൾക്കെതിരെയും സമാനമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. അത് ഈ ആരോഗ്യ പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് ഇവിടുത്തെ ചികിത്സാ പിഴവ് കാരണം, ആരോഗ്യ പ്രവർത്തകരുടെ അനാസ്ഥ കാരണം നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടുള്ള നാടാണ്. അവിടെ കൃത്യമായ നടപടികൾ പലപ്പോഴും ആരോഗ്യവകുപ്പ് ഈ വീഴ്ച വരുത്തിയവർക്കെതിരെ സ്വീകരിക്കാറില്ല, ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. അതുതന്നെയല്ല ഇപ്പോഴും ഈ വേണുവിൻ്റെ മരണശേഷവും ഈ ആശുപത്രി സൂപ്രണ്ടിൻ്റെ മറുപടിയിൽ നിന്നും ന്യായീകരണങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ വേണുവിന് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ടോ വിനീഷ്? ടോം, നിലവിൽ ഈ വേണുവിൻ്റെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. അവർ ഇതിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള പരാതിയാണ് നൽകിയിരിക്കുന്നത്. പരാതിയിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ആശുപത്രിക്കെതിരെ ഉന്നയിക്കുന്നത് കുടുംബം. ഏകദേശം ഒക്ടോബർ മാസം അവസാന തീയതിയിലാണ്, ഒക്ടോബർ അവസാന 30-ാം തീയതി കൂടിയാണ് ഇയാൾ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. ഗുരുതരമായിട്ടുള്ള നെഞ്ചുവേദനയെ തുടർന്നാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നു. അങ്ങനെ അവിടെ നിന്നും അടിയന്തര ചികിത്സയ്ക്കായിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. ആംബുലൻസിലാണ് കൊണ്ടുപോയത്. ആൻജിയോഗ്രാം അടക്കം ഉള്ള ചികിത്സകൾ നടത്തണം എന്നാണ് അതിൽ ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ ഉള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു രോഗത്തെ തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്നത്. പക്ഷേ 5 ദിവസം അവിടെ ഇയാൾ ചികിത്സയിൽ തുടരുന്നു. യാതൊരുവിധമായ ചികിത്സയും ലഭ്യമായില്ല എന്നുള്ള ഒരു ആരോപണമാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ചികിത്സയ്ക്കായിട്ട് വന്ന ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്നുകളൊന്നും തന്നെ ലഭ്യമായില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നും ഈ ശബ്ദ സന്ദേശത്തിൽ നിന്നും വ്യക്തമാകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവർ കൈക്കൂലി നൽകാത്തത് കൊണ്ടാണോ തനിക്ക് ചികിത്സ ലഭ്യമാകാത്തത് എന്നും ചില ആശങ്കകൾ പങ്കുവെക്കുന്നു. എന്തായാലും അയാളുടെ ശബ്ദ സന്ദേശം വളരെ ഗൗരവമുള്ളതാണ്. അതിനുശേഷം ആ രോഗി മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ശരിക്കും ഇത് ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ തന്നെ ഇതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് തന്നെ മാറുന്നു എന്നുള്ളതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് KSU സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് എത്തുന്നുണ്ട്. റോഡ് ഉപരോധിച്ചുള്ള സമരങ്ങളിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ഈ ആരോഗ്യമന്ത്രിയുടെ ഫ്ലെക്സിൽ കരിയോയിൽ പ്രയോഗിച്ചുകൊണ്ടുള്ള വലിയ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് എത്തുന്നു. എന്തായാലും ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടതൊരു തീരാ വേദനയാണ്. കാരണം കുടുംബത്തിൻ്റെ ആകെ ഒരു അത്താണിയാണ് ഈ ഗൃഹനാഥൻ. ഇയാൾ ഓട്ടോ ഓടിച്ച് ഉപജീവനം നയിച്ചു വന്നിരുന്ന ആളാണ്. പെട്ടെന്ന് ഇയാൾക്ക് ഒരു നെഞ്ചുവേദനയെ തുടർന്നാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആശുപത്രി അധികൃതരുടെ ഒരു വിശദീകരണവും നമ്മൾ അല്പം മുന്നേ കേട്ടതാണ്. അവർ പറയുന്നത് മതിയായ ചികിത്സകൾ എല്ലാം തന്നെ ലഭ്യമായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാൾക്ക് മുൻപ് സ്ട്രോക്ക് വന്ന ആളാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്തായാലും മതിയായ ചികിത്സ ലഭ്യമാകാത്തത് കൊണ്ടാവാമല്ലോ ഇയാൾ ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശം അയച്ചത് എന്നുള്ളതും വ്യക്തമാണ്. എന്തായാലും ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതിൽ മുഖ്യമന്ത്രി അടിയന്തരമായിട്ടൊരു അന്വേഷണം നടത്തണമെന്നുള്ളൊരു ആവശ്യമാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. കാരണം കുടുംബത്തിന് നഷ്ടപ്പെട്ട തീരാ വേദന തന്നെയാണ്. പക്ഷേ ആശുപത്രി അധികൃതർ പറയുന്നത് ഈ ശബ്ദ സന്ദേശം അവരെയും വേദനിപ്പിച്ചു എന്നൊക്കെയാണ്. എന്തായാലും ഈ കുടുംബത്തിന് നഷ്ടമായ ഈയൊരു നഷ്ടം ഒരിക്കലും നികത്താൻ സാധ്യമല്ല. ഇന്ന് അയാളുടെ ഈ വേണുവിൻ്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ വീട്ടിൽ നടന്നു. എന്തായാലും ഒരു ഭാര്യ 2 കുഞ്ഞുങ്ങളടങ്ങുന്ന ഒരു കുടുംബമാണ്. ഈ ഒരു വേദനയിൽ നാടും നാട്ടുകാരെല്ലാം തന്നെ പങ്കുകൊള്ളുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ടോം, യെസ്, വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? കാരണം ഇവിടെ ഈ ആശുപത്രിയെ ഡോക്ടർമാരെ ന്യായീകരിക്കുന്നൊരു സമീപനമാണ് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്ന്, സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ടോ?
എന്തായിരിക്കും ഇനി ഇവരുടെ നീക്കങ്ങൾ? നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ കുടുംബത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം ഇവർ ഈ പരാതിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഒരു നിയമ നടപടി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പോലീസ് ഇടപെടണം, മുഖ്യമന്ത്രി ഇടപെടണം, ഉന്നതതല ഒരു അന്വേഷണം നടക്കണം എന്നാണ്. 5 ദിവസമായിട്ടും ഈ ഒരു മതിയായ ചികിത്സ ലഭ്യമായില്ല എന്ന് പറഞ്ഞത് വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച തന്നെയാണ് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ശരിക്കും ഈ മരണമൊഴി ആയിട്ട് തന്നെ ശബ്ദ സന്ദേശം കണക്കാക്കാം. കൃത്യമായി തന്നെ അതിൽ പറയുന്നുമുണ്ട് ഇത് പുറം ലോകത്തേക്ക് എത്തിക്കണം എന്നാണ് ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. തൻ്റെ ഒരു സുഹൃത്തിന്, വേണുവിൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുത്തതാണ്. ഇപ്പോൾ വേണു കഴിഞ്ഞ ദിവസം രാത്രിയിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. അതിനുശേഷമാണ് ഈ ശബ്ദ സന്ദേശം പുറത്തായിരിക്കുന്നത്. ശരിക്കും ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ളൊരു വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ സംഘടനകൾ, രാഷ്ട്രീയ പ്രവർത്തകരടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, റോഡ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് എത്തി. ഇന്ന് എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു പ്രതിഷേധമുണ്ടായിരുന്നു. പന്മന സ്വദേശിയാണ് ഈ മരിച്ചത്. പന്മന സ്വദേശി തന്നെയല്ല, ഇയാൾ ഓട്ടോ തൊഴിലാളിയും കൂടിയാണ്. പന്മനയുടെ വിവിധ പ്രദേശങ്ങളായിട്ട് ഓട്ടോ ഓടിച്ച് ഉപജീവനം നയിച്ചു വന്ന ആളാണ്. ഈ ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. 48 വയസ്സാണ് അയാൾക്കുള്ളത്. ഈ ഒരു പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു ചികിത്സ ലഭ്യമാകാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ദാരുണമായൊരു സംഭവം നാടിനെ വലിയ രീതിയിൽ വിഷമത്തിലാക്കിയിരിക്കുന്നു, ദുഃഖത്തിലാക്കിയിരിക്കുന്നു. ആരോഗ്യ കേരളം എന്നൊക്കെ പ്രശംസിക്കുന്ന നാട്ടിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ നടത്തണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നു. എന്തായാലും ഈ കുടുംബം ഈ ഒരു മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. അവർക്ക് അടിയന്തരമായിട്ടുള്ള ഒരു നടപടിയാണ് ആവശ്യം. അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു അന്വേഷണം നടക്കണം എന്നുള്ളൊരു ആവശ്യത്തിൽ തന്നെ ഈ വേണുവിൻ്റെ മക്കളും അതുപോലെ തന്നെ ഭാര്യയും ഉറച്ചു നിൽക്കുന്ന തീർച്ചയായും വേണുവിന് എന്താണ് സംഭവിച്ചത്, കൊല്ലം സ്വദേശി വേണുവിന് എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ വ്യക്തത വരണം. ഈ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ്.